ഒത്തിരി തെരഞ്ഞെടുപ്പുകൾ ഇത് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നോടൊപ്പം ഉള്ളത്. അത് മറ്റാരുമല്ല, മുൻ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കെ ടി തോമസ് ആണ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് രാജ്യത്തെ ഏറ്റവും പരമോന്നത ബഹുമതിയായ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് വേണ്ടി നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് എന്നോടൊപ്പം ഉള്ളത്. സാറിൻ്റെ ഓർമ്മകളിൽ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കടന്നുപോയി. അത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ, അങ്ങനെ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കടന്നുപോയി. എല്ലാ തവണയും വോട്ട് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഏറ്റവും ആദ്യം വോട്ട് ചെയ്ത് ഓർക്കുന്നുണ്ടോ? എൻ്റെ ഓർമ്മയിൽ ഞാൻ വോട്ട് ചെയ്തത് 1957 കോട്ടയം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. അന്നിവിടെ അന്നത്തെ പോലെ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായിരുന്നു. അന്ന് ഒന്നേ ഉള്ളൂ. അത് CPI. CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് കോട്ടയം ഭാസി കെ ഭാസ്കരൻ നായർ, അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കോട്ടയം ഭാസി എന്നുള്ളതാണ്. അദ്ദേഹം CPI സ്ഥാനാർത്ഥിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് PC ചെറിയാൻ അവർക്കും കൂടെയാണ് അന്ന് മത്സരിച്ചത്. കടുകട്ടിയായ മത്സരമായിരുന്നു. കാരണം അതിൻ്റെ തെരഞ്ഞെടുപ്പിലെ ഭാസി ജയിച്ചെങ്കിലും കോട്ടയം വീണ്ടും കോൺഗ്രസ് പാർട്ടി പിടിച്ചെടുക്കണമെന്നുള്ള വലിയ ഇതിനകത്ത് വളരെ യോഗ്യനും ഉത്തമനുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് PC ചെറിയാൻ. അദ്ദേഹം കോട്ടയംകാരനുമാണ്. അദ്ദേഹത്തെ നിർത്തി. അവസാനം ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിലും അന്ന് 1500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് കോട്ടയം ഭാസി ജയിച്ചു. അദ്ദേഹം MLA ആയി. അന്ന് ഏറ്റവും വാശിയായിട്ട് നടന്ന തെരഞ്ഞെടുപ്പ്, ഭയങ്കര വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഴൂർ നിയോജകമണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥിയും പിൽക്കാലത്ത് കേരളത്തിലെ വലിയൊരു ആഭ്യന്തര മന്ത്രിയായിരുന്ന PT ചാക്കോയും തമ്മിലായിരുന്നു മത്സരം. അതിൽ PT ചാക്കോ വോട്ടെണ്ണി തീർന്നപ്പോൾ രാഘവക്കുറുപ്പനായിരുന്നു ഭൂരിപക്ഷം. പക്ഷെ പോസ്റ്റൽ വോട്ട് എണ്ണാനുണ്ടായിരുന്നു. പോസ്റ്റൽ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ PT ചാക്കോയ്ക്ക് 76 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അങ്ങേര് ജയിച്ചു. ഒരു സ്ഥാനാർത്ഥിയുടെ ആദ്യത്തെ പടം അദ്ദേഹം നിൽക്കുന്ന പടം, കൈകൂപ്പി നിൽക്കുന്ന പടമായിരുന്നു സ്ഥാനാർത്ഥിയുടെ, അദ്ദേഹത്തിൻ്റെ തന്നെ ചുവരുകളിൽ. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഇരിക്കുന്ന പടം വരാൻ തുടങ്ങി. അപ്പോൾ എതിർ സ്ഥാനാർത്ഥിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു. 2 ആഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹം നിൽക്കുകയായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇരിക്കുകയായിരുന്നു. ഇനി 3ാമതൊരു പടം വരുന്നു, അദ്ദേഹം മലന്ന് കിടക്കുന്ന പടം വരാൻ പോകുകയെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള തമാശകളൊക്കെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സാർ അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ പോയിട്ടുണ്ടോ? ധാരാളം. സർ CP തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത്, മഹാരാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത്, അന്ന് PT ചാക്കോയ്ക്ക് ഒരു കേസിനകത്ത് ഒരു നിരോധനം ഉണ്ടായിരുന്നു, പ്രസംഗിക്കാൻ പാടില്ലെന്ന്. അപ്പോൾ സർ CP പോയി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ നിരോധനം നീങ്ങി. അപ്പോൾ PT ചാക്കോയുടെ നിരോധനം നീങ്ങിയുള്ള ആദ്യത്തെ പ്രസംഗമെന്നും പറഞ്ഞ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കാൻ വന്നത് PT പുന്നൂസ് എന്ന് പറയുന്ന ഒരു നേതാവാണ്. പാർട്ടിയിലെ വലിയ പ്രസംഗനാണ് അങ്ങേര് തിരുനക്കര മൈതാനത്ത് അന്ന് ഉച്ചഭാഷണി ഉണ്ടായിരിക്കും എന്ന് എഴുതി വെക്കും. കാരണം ലൗഡ് സ്പീക്കർ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. തിരുനക്കര മൈതാനത്ത് PT പുന്നൂസിൻ്റെ പ്രസംഗം ഉച്ചഭാഷണി ഉണ്ടായിരിക്കും. അപ്പോൾ അത് കേൾക്കാനായിട്ട് ആളുകൾ വന്നു കഴിഞ്ഞാൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ PT പുന്നൂസ് 3 മണിക്കൂർ പ്രസംഗിച്ചു. PT ചാക്കോ അതിന് മറുപടി പറയാൻ നിരോധനം നീങ്ങിയ ആദ്യത്തെ മീറ്റിങ്ങിൽ അദ്ദേഹം ഉച്ചഭാഷണിയിൽ കൂടെ 2.5 മണിക്കൂർ മറുപടി പ്രസംഗിച്ചത്. അത് രണ്ടും ഞാൻ കേട്ടതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഒരു കാലത്ത് രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് ആർക്കെങ്കിലും വേണ്ടി പ്രസംഗിക്കാൻ പോയിട്ടുണ്ടോ, അല്ലെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കാനോ വല്ലതും? കൊള്ളാം. ഞാൻ പറഞ്ഞല്ലോ, അന്ന് കേരള കോൺഗ്രസ് ഒന്നുമില്ല. അന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേ ഉള്ളൂ. അന്ന് കോൺഗ്രസ്സിന് വേണ്ടി ഞാൻ ഒരു അറിയപ്പെടുന്ന പ്രസംഗകനായിരുന്നു.
എല്ലായിടത്തും എന്നെ വിളിക്കുമായിരുന്നു പ്രസംഗിക്കാനായിട്ട്. അല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രസംഗിക്കാൻ പോകും. അന്ന് ഈ പ്രചരണ സാമഗ്രികളൊക്കെ വിതരണം ചെയ്യുന്ന കാലമുണ്ടല്ലോ, അതെന്ന് വെച്ചാൽ ലഘുലേഖകൾ, പ്രസ്താവനകൾ ഒക്കെ ഓരോ വീടുകളിലും. അതിൻ്റെ ഒരു തമാശ ഉള്ളൊരു സംഭവം പറയാം. പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന കാഞ്ഞിരപ്പള്ളിയിലെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, വലിയ പണക്കാരനാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നവർക്കെല്ലാം ഒരു ഏത്തയ്ക്ക കൊടുക്കും, ഒരേത്തയ്ക്കായി ഒരു ബണ്ണും. പോളിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഏത്തക്കായുടെ തൊലി എണ്ണി നോക്കിയപ്പോൾ വൻ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കും. വോട്ട് എണ്ണൽ നടന്നത് കോട്ടയത്ത് വെച്ചായിരുന്നു അന്ന്. അപ്പം ജയിക്കുമല്ലോ, ജയിച്ചു കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന പോക്കിനെ പറ്റി അങ്ങോട്ട് ആലോചിച്ച് മുത്തുക്കുടയും ഇതെല്ലാം കൂടെ സംഘടിപ്പിച്ച് അവർ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എണ്ണിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി തോറ്റുപോയെന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി ജയിച്ചു. അത് കഴിഞ്ഞ് മുത്തുക്കുടയും താത്ത അദ്ദേഹത്തെ ലോറിയുടെ മുകളിൽ കിടത്തിക്കൊണ്ടാണ് തിരിച്ചു പോയത്. അങ്ങനെയൊക്കെ നടന്ന സംഭവം ഉണ്ടായിരുന്നു. കോട്ടയത്ത് ഏറ്റവും മുതിർന്ന ഒരു നിയമജ്ഞനാണ് ജസ്റ്റിസ് കെ ടി തോമസ് സാർ. പറയുവാനാണെങ്കിൽ ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് കഥകളുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ അദ്ദേഹം നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയായിരുന്നു. ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.